ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. പോസ്റ്റിൻ്റെ പേരാണ് അസിസ്റ്റൻറ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഓക്കെ, അസിസ്റ്റൻറ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഉണ്ട്. 521/2023 ആണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MCA, BTech, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, അതുപോലെ തന്നെ MSc കമ്പ്യൂട്ടർ സയൻസ്. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 56,500 to 1,23,700 ആണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. അതുപോലെ വേക്കൻസീസ് വന്നേക്കുന്നത് 1 ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 36 ആണ്. ഇത് ജനറൽ കാറ്റഗറി വരുന്നവർക്ക് 18 to 36 ആണ്. യൂഷ്വൽ റിലാക്സേഷൻ ബാക്കിയുള്ള ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസും SC/ST അങ്ങനെയുള്ള കാറ്റഗറീസിനൊക്കെ യൂഷ്വലായിട്ടുള്ള റിലാക്സേഷൻ ഇന്നുണ്ട്. അതിവിടെയും പ്രായോഗികമായിട്ട് തന്നെ ഉണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് 17/1/2024 ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/1/2024. അപ്പോൾ ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിന് മുമ്പ് പോളി ലെക്ചറർ, പ്രോഗ്രാമർ, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് എന്തൊക്കെയാണ് സാധാരണ പഠിക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് BTech ആണ്. അപ്പോൾ BTech ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന പോസ്റ്റുകളായിട്ട് വരുന്ന, ഇപ്പോൾ പോളി ലെക്ചർ ആണെങ്കിൽ തന്നെ അതിനകത്ത് നമുക്ക് ഏറെക്കുറെ എന്തൊക്കെയാണ് കണ്ടന്റ് പഠിക്കേണ്ടതായിട്ടെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ DTech കമ്പ്യൂട്ടർ പ്രിൻസിപ്പിൾസ്, അങ്ങനെ ഉള്ള ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, അങ്ങനെ വരുന്ന സബ്ജക്റ്റുകളെല്ലാം ഇതിനകത്തും പഠിക്കേണ്ടതായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ സംബന്ധിച്ചൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് തന്നെ 56,500 തൊട്ട് 1 lakh വരെയാണ്. ഒരു ഉയർന്ന ഒരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ്. പിന്നെ വേക്കൻസി ഇപ്പോൾ ഒന്നേ പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് 3 വർഷത്തെ ഒരു ലിസ്റ്റായിരിക്കുമല്ലോ വരിക. അപ്പോൾ ആ ഒരു കാലാവധിയിൽ കൂടുതൽ വേക്കൻസീസ് ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതൊരു അവസരമാണ്. എല്ലാവരും 17/1/2024 മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ എക്സാമിന് മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.